ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും ചേർത്തിട്ടുള്ള ഒരു തോരനാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി 4 മുരിങ്ങയ്ക്കയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത ശേഷം ഓരോന്നും രണ്ടായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചക്കക്കുരുവാണ്. 25 ചക്കക്കുരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊന്നും കളയാതെ തന്നെ പ്രഷർ കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുത്തതാണ്. കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ ഈ ചക്കക്കുരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുത്തത്. ഇത് വേവിച്ചെടുത്ത ശേഷമാണ് ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ മാറ്റിയത്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയും 2 പച്ചമുളകും 3 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്തത്. കടുക് ഇപ്പോൾ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് സവാളയാണ്. 2 ടേബിൾ സ്പൂൺ സവാളയും 3 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിലയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഈ സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന 4 മുരിങ്ങയ്ക്കയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷമാണ് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചക്കക്കുരു വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മുരിങ്ങയ്ക്കയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചക്കക്കുരുവും മുരിങ്ങയ്ക്കയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ടാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്തിട്ട് മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കുന്നുണ്ട്. തേങ്ങ അരച്ചെടുത്ത ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അതിപ്പോൾ ചേർത്തത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാകും. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഈർപ്പം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്